യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ചൈതന്യത്തിലൂടെയാണ് ഈ നോമ്പുകാലത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക. ഈശോ 3 പ്രാവശ്യമാണ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രവചിക്കുക. കർത്താവ് തൻ്റെ മുൻപിൽ കുരിശ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ പോകുന്ന കുരിശും ആ കുരിശിൻ്റെ ഭാരവും കുരിശുമായിട്ട് നടന്നു നീങ്ങുന്ന വഴികളും ഒടുവിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നതും എല്ലാം മുന്നിൽ കാണുന്നുണ്ട്. കുരിശിനെ മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അല്പം ധീരത വേണം. ധൈര്യമുള്ളവർക്കേ കുരിശിൻ്റെ മുന്നിലേക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ഈശോ യാത്ര ചെയ്യുകയാണ് കുരിശിനെ ലക്ഷ്യം വെച്ച്. കുരിശിനെ കണ്ടുകൊണ്ട് തന്നെ ഈശോ മുന്നോട്ട് നീങ്ങുന്ന സമയം കുരിശ് അടുത്തെത്തും തോറും കുരിശ് വളർന്ന് വളർന്ന് വരുന്ന പോലെ തോന്നിപ്പോവും. അടുത്തെത്തുമ്പോൾ വളരെ വലുതാണെന്ന് തോന്നിപ്പോവും. അടുത്തെത്തുമ്പോഴോ ഈ കുരിശിനെ ആശ്ലേഷിക്കുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ, കുരിശാണ് മുന്നിലുള്ളത് എന്ന് കണ്ടിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധിയുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ. ഈശോ ചെയ്തതുപോലെ തന്നെ പിതാവിൻ്റെ ഹിതം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹിതത്തിനനുസരിച്ച് ഈശോ മുന്നോട്ട് നീങ്ങുകയാണ്. പരാതിയില്ല, പരിഭ്രാന്തിയില്ല, ആകുലതയില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ ഒരിക്കൽ പറഞ്ഞു, നിന്റെ സഹനം എത്ര വലുതാണോ അത്രയും നിർമ്മലമായിരിക്കും നിന്റെ സ്നേഹം. നമുക്ക് സഹനം വർദ്ധിച്ചു കിട്ടുമ്പോൾ, കുരിശ് ഏറെ ലഭിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, യേശുവിൻ്റെ സ്നേഹം അതിലൂടെ അനുഭവിക്കാം. അതിലുപരി നമുക്ക് യേശുവിനോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ, എന്ന് പ്രകടിപ്പിക്കാൻ ഒരവസരം കൂടെയാണ്. എനിക്കെൻ്റെ ഈശോയോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് കുരിശ് എനിക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങൾ. അതുകൊണ്ട് തന്നെ എത്ര വലിയ സഹനമാണെങ്കിലും, എത്ര വലിയ വേദനിപ്പിക്കുന്ന അനുഭവമാണെങ്കിലും ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് നീങ്ങണം. സഹനത്തിൻ്റെ ആഴമനുസരിച്ച് സ്നേഹം കുറെ കൂടെ നിർമ്മലമായിരിക്കും. സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു കൃപ അതിൻ്റെ കുറെ കൂടെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ യേശു നമ്മളെ അടിമുടി നോക്കും. എന്തിനാണെന്നറിയോ? നമ്മൾ എത്രയധികം യേശുവിനെ സ്നേഹിച്ചു എന്നതിന് തെളിവായി എത്ര പ്രാവശ്യം മുറിവുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ശരീരം മുഴുവൻ, മനസ്സ് മുഴുവൻ, ആത്മാവ് മുഴുവൻ എത്രയധികം മുറിവുകൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഈശോ പരിശോധിക്കും. ബിഷപ്പ് തന്നെ വീണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ്. യഥാർത്ഥ സഭ മുറിവേറ്റ സഭയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റ ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ സ്വീകരിക്കാനും ക്രിസ്തുവിനോട് എനിക്കുള്ള സ്നേഹം പങ്കുവെക്കാനും അവസരങ്ങൾ ധാരാളം ലഭിക്കുമ്പോൾ പരാതിയില്ലാതെ ഇത് പിതാവിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി സന്തോഷമായിട്ട് നമുക്ക് സ്വീകരിക്കാം. പരാതിയില്ലാതെ സ്വീകരിക്കാം. ധൈര്യമായി കുരിശിനെ നമുക്ക് ആശ്ലേഷിക്കാം. ഈ നോമ്പുകാലത്ത് കുരിശിനെ ആശ്ലേഷിക്കാൻ, അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അതിനുള്ള അനുഗ്രഹം നല്ല ദൈവം നമുക്ക് തരട്ടെ. ആമേൻ.